കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ തകർന്നു വീണ സംരക്ഷണ ഭിത്തിയുടെ പുനർനിർമ്മാണം വൈകുന്നു. ഭിത്തി തകർന്നിട്ട് 3 ആഴ്ചയായി. മതിൽ ഉടൻ ബലപ്പെടുത്തുമെന്ന ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ പ്രഖ്യാപനം വെറുതെയായി. പേരിന് മാത്രം ഇവിടെ മണൽ ചാക്കുകൾ അടുക്കി വച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രോഗികളെത്തുന്ന സർക്കാർ ആശുപത്രിയാണിത്. 3 ആഴ്ച മുമ്പ് തകർന്ന മതിൽ ഇപ്പോഴും അപകടാവസ്ഥയിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണ്. മതിൽ ഇടിഞ്ഞു വീണ് 2 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിരുന്നു. ഭയാനകമായ ശബ്ദത്തോടെ മതിൽ നിലംപതിച്ചതോടെ അപകടം ഭയന്ന് 20 വീട്ടുകാരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചിരുന്നു. അന്ന് സ്ഥലം സന്ദർശിച്ച ഐഷ പോറ്റി MLA, ജില്ലാ കളക്ടർ എന്നിവരുൾപ്പെടെയുള്ളവർ ഇവിടത്തെ അപകടാവസ്ഥ മാറ്റുമെന്നും അടിയന്തര പ്രാധാന്യത്തോടെ നിർമ്മാണം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്ന് പിരിഞ്ഞുപോയവർ പിന്നെ സ്ഥിതി എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന് നാട്ടുകാർ പറയുന്നു. 3 ആഴ്ചയായി ആസ്പത്രി ഇതിന്റെ മതിൽ ഇടിഞ്ഞു വീണിട്ട് ആദ്യം 2-3 ദിവസത്തിന് മുന്നേ പണി നിർത്തി. അവർ ഇന്ന് ചെയ്യാം നാളെ ചെയ്യാമെന്നും പറഞ്ഞിട്ട് മഴവെള്ളം വന്ന് ദുർഗന്ധം കാരണം വീട്ടുമുറ്റത്തെങ്ങും നിൽക്കാൻ വയ്യ. അതുകൊണ്ട് പകല് പോലും പുകച്ച് കൊതുകിൽ നിന്ന് ഞങ്ങൾ മോചനം നേടുക. അതുപോലെ തന്നെ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ മതിൽ ശരിയാക്കി തരണം. അതുപോലെ തന്നെ ഈ അഴുക്ക് വെള്ളത്തിന് ഒരു പരിഹാരം കണ്ടെത്തണം. MLA ഞങ്ങൾ ചെന്ന് കണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ഈ ദുർഗന്ധവും ഈ വെള്ളവും, ആ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ മുട്ടയിട്ട്. പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് സംരക്ഷണ ഭിത്തിയുടെ അപകടാവസ്ഥ പരിഹരിക്കുന്നതിന് നടപടികളെടുക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇതിനുള്ള തുക ഏത് ഫണ്ടിൽ നിന്ന് കണ്ടെത്തും എന്നതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാലപ്പഴക്കം ചെന്ന കരിങ്കൽ ഭിത്തി മാറ്റി പകരം കോൺക്രീറ്റ് ചെയ്ത് ബലപ്പെടുത്തുകയാണ് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ സുരക്ഷാ മാർഗം. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് നാമമാത്രമായ തുകയല്ലാതെ വലിയ ഫണ്ടില്ലെന്നാണ് കളക്ടറുടെ നിലപാട്. ആരോഗ്യവകുപ്പ് സംവിധാനങ്ങൾ കനിയുകയല്ലാതെ വേറെ മാർഗമില്ല. മഴ തകർത്തു പെയ്യുമ്പോൾ ഭീതിയോടെയാണ് ഇവിടുത്തെ വീട്ടുകാർ കഴിയുന്നത്. രാത്രികാലങ്ങളിൽ ഇവിടെ പലരും ഉറങ്ങാറില്ല. അപകടം നടന്ന ദിവസം വീടൊഴിയാൻ തയ്യാറാകാതെ നിന്നവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയ അധികൃതർ ഇത്രയും ദിവസമായിട്ടും എവിടെ പോയെന്നാണ് അപകട ഭീതിയിൽ കഴിയുന്ന വീട്ടുകാർ ചോദിക്കുന്നത്. ബാക്കി ആ ഇടിഞ്ഞതിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് ജീവന് ഭീഷണിയായിട്ടിരിക്കുക. ഞങ്ങൾ ആരും അതിലേക്കൂടെ പോകുന്നില്ല. ഞങ്ങൾ പോവാതെ എല്ലാ സ്ത്രീകൾക്കും അസുഖമായിട്ട് വന്നിട്ട് പോലും ഞങ്ങൾ ഏണി അവിടെ ഇവിടെ ആശുപത്രികളിൽ കൊണ്ടുവന്ന് ആ ഇടിഞ്ഞ ഭാഗം പോലെ അവരൊന്ന് ഇടിച്ചിട്ടെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ഒരു മനോസമാധാനം ഉണ്ടായിരുന്നു. അതുപോലെ അവർ ഇടിച്ച് തള്ളി ഇടിയാവട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് നടപ്പാതെ ഉണ്ടാക്കി തൽക്കാലം കുറെ മണൽച്ചാക്കുകളും പൊക്കി അവിടെ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് അതിന് എന്തെങ്കിലും ഞങ്ങൾക്ക് ഇതിന് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇതൊരു എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു ശകലം വഴിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഓട്ടോ പോകാനുള്ള സൗകര്യത്തിന് അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ചെയ്തേ പറ്റൂ. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.